മക്കളെ, നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. അതായത് ചിത്രത്തിൽ എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ്. ക്യു ഈസ് 1/3 ഓഫ് എ പി ബി. അതായത് എ പി ബിയുടെ മൂന്നിലൊന്നാണ് ക്യു. മൂന്നിലൊന്നാണ് ക്യു എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം, പിക്ചർ നോക്കിയേക്കാം. ദ എ ബി എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ്. നമുക്ക് സെൻറ്ററൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത് ഈ ക്യു എന്ന് പറയുന്നത് 1/3 ഓഫ് എ പി ബി ആണ്. എ പി ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ മൂന്നിലൊന്നാണ് ക്യു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ എ പി ബി? അല്ലെങ്കിൽ എ പി ബിയുടെ അളവ് എന്താണ്? മക്കളെ പെട്ടെന്ന് പറയണം. ദാ എ പി ബിയുടെ അളവ് നമുക്ക് 90 ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് എ ഒ ബി എന്ന ഡയമീറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ്. അതായത് ഏതെങ്കിലും സർക്കിളിൻ്റെ ഏത് ആർക്കിലും ഡയമീറ്റർ കൊണ്ടൊരു ആംഗിൾ ഫോം ചെയ്താൽ അത് 90 ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദേ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ ക്യു ബി? വാട്ട് ഈസ് ദി ആംഗിളാണ്. വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് എ ക്യു ബി ആണ്. എ ക്യു ബി എന്ന ആംഗിൾ എത്രയായിരിക്കും? നമുക്ക് അവരൊരു മെഷർ തന്നിട്ടുണ്ട്. എ ക്യു ബി എന്ന് പറയുന്നത് 1/3 ഓഫ് എ പി സി ആണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ എ ക്യു ബി എന്ന ആംഗിൾ 90/3 30 ഡിഗ്രി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. സാറിൻ്റെ വീഡിയോസ് മക്കൾ കണ്ടു കഴിയുമ്പം അതിനകത്ത് കൺസെപ്റ്റുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് സാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ എല്ലാ വീഡിയോസും മക്കൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്നതായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ സാർ എടുക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്ത് ബോറടിപ്പിക്കുമല്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് സാർ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മക്കളെല്ലാം ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സാറിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വീഡിയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരിലേക്കൊക്കെ സാറിനെ പറ്റി ഒന്ന് പറയണം. സാറിന് നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് പറയാനുള്ള സമയമില്ല, ഫുൾ ടൈം ഇവിടെയാണ്. അപ്പം മക്കൾ തന്നെ സാറിനെ പറ്റി എല്ലാവരോടും, മക്കളുടെ ടീച്ചർമാരോടൊക്കെ ഒന്ന് സാറിനെ കുറിച്ച് പറയണം. പറ്റുമെങ്കിൽ സാറിനെ നിങ്ങളുടെ സ്കൂളിലേക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ സാറിന് സമയമുള്ള പോലെ സാറ് വരാം.